ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം 6 ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലാസ്സിൻ്റെ സമയം എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവരുണ്ടെങ്കിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്തവർ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നാളത്തെ ക്ലാസ് ഏതൊക്കെയാണ് എന്നുള്ളത് തലേ ദിവസം രാത്രി തന്നെ, ഇന്ന് തന്നെ രാത്രി നിങ്ങൾക്ക് ടെലിഗ്രാമിൽ നമ്മൾ ഇട്ട് തരും. ഏതൊക്കെ സമയത്താണ് ഏതൊക്കെ ക്ലാസ്സുകളാണ് വരാൻ പോകുന്നത്, SCRT ആണോ NCRT ആണോ, ചാപ്റ്ററിൻ്റെ പേര്, അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ തലേ ദിവസം തന്നെ ഇട്ട് തരും. ഏതൊക്കെ ക്ലാസ്സുകളാണെന്നുള്ളത് സ്കെഡ്യൂൾ നിങ്ങൾക്ക് ആദ്യം തന്നെ പറഞ്ഞു തരും. അതിനുശേഷമാണ് പിറ്റേ ദിവസം മുതൽ ആ ഒരു ഓർഡറിലായിരിക്കും ക്ലാസ്സുകൾ വരുന്നത്, ആ ഒരു സമയത്തായിരിക്കും വരുന്നത്. ആ സമയത്ത് ക്ലാസ്സുകൾ വരുമ്പോൾ നിങ്ങൾക്ക് ലിങ്കും ഞാൻ ടെലിഗ്രാം വഴി ഷെയർ ചെയ്ത് തരാറുണ്ട്. ഓക്കെ, അപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്ത എല്ലാവരും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ടും ടെലിഗ്രാമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ കേരള ജിയോഗ്രഫി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ, കേരള കരയിൽ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചു. അടുത്തൊരു ചാപ്റ്ററാണ് കേരള ജിയോഗ്രഫിയിൽ വരുന്നത്, കേരളം മണ്ണും മഴയും മനുഷ്യനും. കേരളം മണ്ണും മഴയും മനുഷ്യനും എന്ന് പറയുന്ന SCRT പാഠഭാഗമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, ക്ലാസ് കേൾക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ക്ലാസ് കേട്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ കേരളം മണ്ണും മഴയും മനുഷ്യനും എന്ന് പറയുന്ന SCRT പാഠഭാഗം പഠിക്കാം. ആദ്യം തന്നെ നോക്കുക, ചാപ്റ്ററിൻ്റെ പേര് കേരളം മണ്ണും മഴയും മനുഷ്യനും. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 3ാമത്തെ ചാപ്റ്ററാണ് കേരളം മണ്ണും മഴയും മനുഷ്യനും എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു പച്ചക്കറി മാർക്കറ്റിൻ്റെ ചിത്രമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ ലോറികളിൽ നിന്ന് ചുമടുമായി നീങ്ങുന്ന തൊഴിലാളികൾ വിളിച്ചു പറയുന്നു, അച്ഛനോടൊപ്പം പട്ടണത്തിലെത്തിയ ഞാൻ ആദ്യമായാണ് ഇത്രയും വലിയൊരു പച്ചക്കറി കമ്പോളം കാണുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ പച്ചക്കറികളുടെ പിക്ചർ നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ. കൂട്ടിയിട്ടത് മത്തനും വെള്ളരിയും, ഓക്കെ, അങ്ങനെ ക്യാബേജ്, വാഴക്കുല, അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി അച്ഛനോട് ഡൗട്ടൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന മറുപടിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കുക, മൈസൂരു, ഊട്ടി, മേട്ടുപ്പാളയം, കമ്പം, തേനി, ഒടൻചത്രം, നാഗർകോവിൽ എന്നിങ്ങനെ കുറേ സ്ഥലങ്ങളുടെ പേരുകൾ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നു. എന്തിൻ്റെ പേരുകളാണ്, എവിടെ നിന്നാണ് ഈ പച്ചക്കറിയൊക്കെ നമ്മുടെ കേരളത്തിൽ എത്തുന്നത് എന്നുള്ളതാണ് ആ കുട്ടി ഡൗട്ട് ചോദിക്കുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നു എവിടെ നിന്നാണ് പ്രധാനമായിട്ടും പച്ചക്കറികൾ നമ്മുടെ കേരളത്തിൽ എത്തുന്നത്. മൈസൂരു, ഊട്ടി, മേട്ടുപ്പാളയം, കമ്പം, തേനി, ഒടൻചത്രം, നാഗർകോവിൽ എന്നീ സ്ഥലങ്ങളുടെ പേരുകളാണ് അച്ഛൻ മറുപടിയായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് കേരളത്തിലോട്ട് പ്രധാനമായിട്ടും പച്ചക്കറികൾ വരുന്നത്. ഓക്കെ, നമ്മുടെ പ്രധാന ഭക്ഷണമായിട്ടുള്ള അരിയുടെ നല്ലൊരു പങ്കും എത്തുന്നത് സീമാന്ധ്രയിൽ നിന്നും ഒഡീഷയിൽ നിന്നുമാണത്രേ. അപ്പോൾ നമ്മുടെ അരിയുടെ നല്ലൊരു പങ്കും എത്തുന്നത് എവിടെ നിന്നാണ്, സീമാന്ധ്രയിൽ നിന്നും ഒഡീഷയിൽ നിന്നുമാണ് എത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. മുളക്, മല്ലി, പയർ, കടല കേരളത്തിന് പുറത്തു നിന്നും എത്തുന്ന സാധനങ്ങളാണ്. ഇനി പൂക്കൾ, മുല്ലപ്പൂ, ചെത്തി, ജമന്തി, താമര എന്നിങ്ങനെയുള്ള പൂക്കൾ, വിറ്റഴിക്കപ്പെടുന്ന പൂക്കൾ എവിടെ നിന്നാണ്, അതിർത്തിക്ക് പുറത്തു നിന്നാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. നമുക്ക് വേണ്ട പച്ചക്കറികൾ, പലവ്യഞ്ജനങ്ങൾ, പൂക്കൾ തുടങ്ങിയവയിൽ ഭൂരിഭാഗവും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്നതാണ് അല്ലേ. അപ്പോൾ ഒരു കാലത്ത് പട്ടണങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ പുറത്തു നിന്നും പച്ചക്കറികളും പൂക്കളും ഒക്കെ എത്തിയിരുന്നത്. ഇന്നെന്താണ്, നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും ഇത് തന്നെയാണ് സ്ഥിതി. അപ്പോൾ ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീടുകളിൽ പച്ചക്കറികളും ഭക്ഷ്യധാന്യങ്ങളും ഒക്കെ നമുക്ക് തന്നെ കൃഷി ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ്, പച്ചക്കറികൾ കൃഷി ചെയ്യാനുള്ള അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയുന്നതാണ്. വളക്കൂറുള്ള മണ്ണ്, അനുയോജ്യമായ കാലാവസ്ഥ, ജലലഭ്യത, മനുഷ്യാധ്വാനം അല്ലെ. വളക്കൂറുള്ള മണ്ണ്, അനുയോജ്യമായ കാലാവസ്ഥ, ജലലഭ്യത, മനുഷ്യാധ്വാനം എന്നീ ഘടകങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് അല്ലെ, പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യാനായിട്ട്. ഇനി അയൽനാടുമായൊരു താരതമ്യം, അതായത് നമ്മുടെ അയൽനാട് ഏതാണ്, തമിഴ്നാട്. അപ്പോൾ കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഒരു താരതമ്യമാണ് തന്നിട്ടുള്ളത്. ഇവിടെ നോക്കുക,
പ്രധാന മണ്ണിനങ്ങളും ജലലഭ്യതയും. ഓക്കെ, അത് കേരളത്തിലും തമിഴ്നാട്ടിലും എങ്ങനെയാണ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുന്നുണ്ട് ഇവിടെ ബ്ലാക്കിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആദ്യം തന്നിട്ടുള്ളത് കേരളത്തിലെയും പിന്നെ തമിഴ്നാട്ടിലെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണ് കൊടുത്തിട്ടുണ്ട്. എക്കൽ മണ്ണ്, കാണുന്നില്ലെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. എക്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, ചെമ്മണ്ണ്, വനമണ്ണ്. ഓക്കെ, എക്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, വനമണ്ണ്, ചെമ്മണ്ണ്, ഇതാണ് കേരളത്തിൽ കാണപ്പെടുന്നത്. തമിഴ്നാട്ടിൽ ഏതൊക്കെയാണ്? ചെമ്മണ്ണ്, കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, തീരദേശ മണ്ണ്. ഓക്കെ, ചെമ്മണ്ണ്, കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, തീരദേശ മണ്ണ് എന്നിവയാണ് തമിഴ്നാട്ടിൽ കാണപ്പെടുന്നത്. ഇനി ജലലഭ്യതയുടെ കാര്യം, കേരളത്തിൽ എത്രയാണ്? വാർഷിക മഴ എന്ന് പറയുന്നത് 300 സെന്റിമീറ്റർ ആണ്. ഓക്കെ, വാർഷിക മഴ കേരളത്തിൽ ലഭിക്കുന്ന വാർഷിക മഴ എത്രയാണ്? 300 സെന്റിമീറ്റർ ആണ്. അത് തമിഴ്നാട്ടിലോട്ട് വരുമ്പോൾ 95.9 സെന്റിമീറ്ററേ ഉള്ളൂ. ഓക്കെ, 95.9 സെന്റിമീറ്റർ ആണ് തമിഴ്നാട്ടിലെ വാർഷിക മഴ എന്ന് പറയുന്നത്. ഇനി കേരളത്തിൽ എത്ര നദികളുണ്ട്? 44 നദികളാണുള്ളത്, നമ്മൾ പഠിച്ചു. തമിഴ്നാട്ടിൽ എത്ര നദികളാണുള്ളത്? 14 നദികളാണ് ഉള്ളത്. ഓക്കെ, തമിഴ്നാട്ടിൽ എത്ര നദികളാണ്? 14 നദികളാണുള്ളത്. ഇവിടെ കേരളത്തിൻ്റെ കാര്യം, മഴ ലഭിക്കുന്നതിനാൽ പലയിടങ്ങളിലും ജലസേചന സൗകര്യങ്ങളുടെ ആവശ്യകത ഇല്ല, അല്ലെ? അത്യാവശ്യം നല്ല മഴ ലഭിക്കുന്നത് കൊണ്ട് ജലസേചന സൗകര്യം ആവശ്യമില്ല. പക്ഷെ തമിഴ്നാട്ടിൽ എന്താണ്? മഴ കുറവായതിനാൽ ജലസേചന സൗകര്യം വ്യാപകമായിട്ട് ഏർപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കേരളവും തമിഴ്നാടും തമ്മിലുള്ള വ്യത്യാസം. പ്രധാന മണ്ണിനങ്ങളും അതുപോലെ തന്നെ ജലലഭ്യതയും അതൊന്ന് എഴുതി വെച്ചിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഏതാണ്ട് ഒരേ തരത്തിലുള്ള മണ്ണിനങ്ങളാണ് കാണപ്പെടുന്നത്. എന്നാൽ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ എക്കൽ മണ്ണ് എവിടെയാണുള്ളത്? കേരളത്തിലാണുള്ളത്, അല്ലെ? കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള എക്കൽ മണ്ണ് കേരളത്തിലാണുള്ളത്. മഴയുടെ ലഭ്യതയിലാവട്ടെ കേരളം എങ്ങനെയാണ്? തമിഴ്നാട്ടിനേക്കാളും ഏറെ മുന്നിലാണ്, അല്ലെ? വാർഷിക മഴ എന്ന് പറയുന്നത് 300 സെന്റിമീറ്റർ ഉണ്ട്. തമിഴ്നാട്ടിലാണെങ്കിൽ 95.9 ഉള്ളൂ. അപ്പോൾ മഴയുടെ കാര്യം നോക്കുകയാണെങ്കിലും കേരളത്തിലാണ്, അല്ലെ? കേരളമാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ കേരളം കാർഷിക പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പ്രദേശമാണെന്ന് നമുക്ക് എന്താണ് ഈ ഒരു കാര്യം നോക്കുമ്പോൾ, ഈ ഒരു താരതമ്യം നോക്കുന്ന സമയത്ത് തമിഴ്നാടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാർഷിക പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യം ആര് തന്നെയാണ്? കേരളം തന്നെയാണ്. അപ്പോൾ കൃഷിക്ക് അനുകൂലമായിട്ടുള്ള ഈ സാഹചര്യങ്ങളെ കേരളം ഒരു കാലത്ത് വേണ്ട വിധം ഉപയോഗപ്പെടുത്തിയിരുന്നു. തെങ്ങ്, നെല്ല്, മരച്ചീനി, ചേന, കാച്ചിൽ തുടങ്ങിയ വിളകളെ കൂടാതെ കുരുമുളക്, ഇഞ്ചി, ഏലം തുടങ്ങിയ സുഗന്ധവിളകളും വളരുന്നതിന് അനുകൂല സാഹചര്യങ്ങളുള്ള നാടാണ് കേരളം എന്ന് പറയുന്നത്. ഓക്കെ, കേരളത്തിൽ തെങ്ങ്, നെല്ല്, മരച്ചീനി, ചേന, കാച്ചിൽ മാത്രമല്ല കുരുമുളക്, ഇഞ്ചി, ഏലം തുടങ്ങിയ സുഗന്ധവിളകൾ വളരുന്നതിനും കൂടെ അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉള്ള നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഈ കാർഷിക വൈവിധ്യവും അതിന് കാരണമായിട്ടുള്ള ഭൂപ്രകൃതി സവിശേഷതകളുമാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ മുന്നേ പഠിച്ച ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു, അതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയുന്നത്. നോക്കുക, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തിരിക്കാം എന്ന് നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ ഈ വിഭാഗങ്ങളിൽ ഓരോന്നും കൃഷി ചെയ്യുന്ന വിളകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. വൈവിധ്യമാർന്ന വിളകൾ കൃഷി ചെയ്യാൻ അനുയോജ്യമായ ഭൂപ്രകൃതിയാണ് നമ്മുടേത്. ഈ ചിത്രമൊക്കെ നമ്മൾ അവിടെ കണ്ടല്ലോ, അല്ലേ? യെല്ലോ കളറിൽ കാണുന്നത് തീരപ്രദേശം, ഇടയിൽ കാണുന്നത് ഗ്രീൻ കളറിൽ കാണുന്നത് ഇടനാട്, റെഡ് കളറിൽ കാണുന്നത് എന്താണ്? മലനാടാണ്. അതിൻ്റെ എത്രയാണ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. 75 മീറ്ററിൽ കൂടുതൽ വരുന്നത് മലനാട്, 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിൽ വരുന്നത് ഇടനാട്, 7.5 മീറ്റർ വരെ വരുന്നത് തീരപ്രദേശം. ഓക്കെ, അത് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ നോക്കുക, മലനാടിനെ കുറിച്ചാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. കേരളത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മലനാട്ടിൽ മഴയും മഞ്ഞും തണുപ്പും ഏറെയാണ്. നമ്മൾ പറഞ്ഞു വനങ്ങളാണ് കൂടുതൽ കാണപ്പെടുന്നത്, ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കേരളത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മലനാട്ടിൽ മഴയും മഞ്ഞും തണുപ്പും ഏറെയാണ്. സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വത നിരയുടെ ഭാഗമാണിവിടം. സഹ്യപർവ്വത നിര എന്ന് വെച്ചാൽ എന്താ?
പശ്ചിമഘട്ടം അല്ലെ, സഹ്യപർവ്വത നിര എന്നറിയപ്പെടുന്നത് പശ്ചിമഘട്ടമാണ്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വത നിരയുടെ അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ് മലനാട്. ഇത് നമ്മൾ പഠിച്ചതാണ്. ഇനി ഇവിടെ കൃഷി ചെയ്യുന്ന ഏലം, തേയില എന്നീ വിളകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മലനാട്ടിൽ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്ന എന്താണ്? ഏലം, തേയില എന്നീ വിളകളാണ്. ഈ വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭൂമിശാസ്ത്ര ഘടകങ്ങൾ ചുവടെ ചേർക്കുന്നു. അപ്പോൾ ഏലം, തേയില എന്നീ വിളകൾ കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഭൂമിശാസ്ത്ര ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരിക്കണം. ഓക്കെ, താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരിക്കണം. ധാരാളമായി ലഭിക്കുന്ന മഴ, നീർവാർച്ചയുള്ള മണ്ണ്, ഇതൊക്കെയാണ് മലനാട്ടിൽ ഏലം, തേയില തുടങ്ങിയ വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭൂമിശാസ്ത്ര ഘടകങ്ങൾ. ഓക്കെ, താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരിക്കണം, ധാരാളമായി ലഭിക്കുന്ന മഴ, നീർവാർച്ചയുള്ള മണ്ണ്. ഇനി മലനാടിന്റെ സ്ഥാനം ഭൂപടം നോക്കി കണ്ടെത്തൂ എന്ന് പറഞ്ഞു. നമ്മൾ കണ്ടെത്തിയല്ലോ അല്ലെ, റെഡ് കളറിൽ കൊടുത്തിട്ടുള്ള 75 മീറ്ററിന് മുകളിൽ കാണപ്പെടുന്ന പ്രദേശമാണ് മലനാട്. ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ സുഗന്ധവിളകൾക്കും തേയില, കാപ്പി തുടങ്ങിയവയ്ക്കും അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. നമ്മളിപ്പോൾ പറഞ്ഞല്ലേ, ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, തേയില, കാപ്പി തുടങ്ങിയവയ്ക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയാണ് മലനാട്ടിൽ ഉള്ളത്. ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നും ലഭിച്ച സുഗന്ധവിളകളുടെ പെരുമയാണ് കേരളത്തെ വിദേശികളുടെ പ്രിയപ്പെട്ട ഇടമാക്കി മാറ്റിയതെന്ന് ചരിത്രം പറയുന്നു. എന്നാൽ കേരളത്തിന്റെ കാലാവസ്ഥയിലും ഭൂവിനിയോഗത്തിലും വന്ന മാറ്റങ്ങൾ ഈ മേഖലയിലെ കാർഷിക ഉൽപാദനത്തെ ഏറെ ബാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദേ ഇവിടെ ഒരു കോളമായിട്ട് കൊടുത്തിട്ടുണ്ട്. ജോൺ ജോസഫ് മർഫിയെ കുറിച്ചാണ് പറയുന്നത്. അയർലൻഡ് സ്വദേശിയായ ഇദ്ദേഹം ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവായാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ജോൺ ജോസഫ് മർഫിയാണ്. പേര് പഠിച്ചിരിക്കുക കേട്ടോ. ജോൺ ജോസഫ് മർഫിയാണ് ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹം സുഹൃത്തുക്കളോടൊപ്പം പെരിയാറിൻ്റെ തീരത്ത് ആലുവയ്ക്കടുത്തായിട്ട് 1902 റബ്ബർ കൃഷി തുടങ്ങി. അപ്പോൾ ജോൺ ജോസഫ് മർഫി ആദ്യമായിട്ട് റബ്ബർ കൃഷി തുടങ്ങുന്നത് എവിടെയാണ്? പെരിയാറിൻ്റെ തീരത്ത് ആലുവയ്ക്കടുത്താണ്. 1902 റബ്ബർ കൃഷി തുടങ്ങുന്നത്. പിന്നീട് അദ്ദേഹം കോട്ടയം ജില്ലയിൽ മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാറിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചു. അപ്പോൾ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചത് എവിടെയാണ്? കോട്ടയം ജില്ലയിൽ മുണ്ടക്കയത്തിനടുത്തുള്ള ഏന്തയാറിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചു. കേവലം ഒരു പ്ലാന്റർ മാത്രമായിരുന്നില്ല മർഫി. തൊഴിലാളികൾക്കായി പെൻഷൻ ആനുകൂല്യങ്ങൾ, നാട്ടുകാർക്കായി വിദ്യാലയങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവ അദ്ദേഹം പണിതു നൽകി. ഓക്കെ, അപ്പോൾ ജോൺ ജോസഫ് മർഫി ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. അദ്ദേഹം ആദ്യമായി റബ്ബർ കൃഷി നടത്തിയത് പെരിയാറിൽ ആലുവയ്ക്കടുത്തായിട്ട് 1902 റബ്ബർ കൃഷി തുടങ്ങി. വാണിജ്യാടിസ്ഥാനത്തിൽ തുടങ്ങിയത് കോട്ടയം ജില്ലയിൽ മുണ്ടക്കയത്തിനടുത്തുള്ള ഏന്തയാറിലാണ് വാണിജ്യാടിസ്ഥാനത്തിൽ തുടങ്ങിയത്. ഓക്കെ, ഇനി മലനാട് കഴിഞ്ഞാൽ അടുത്തത് ഇടനാടാണ്. തീരപ്രദേശത്തിനും മലനാടിനും ഇടയിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? ഇടനാട്. ഇടയ്ക്കാണ് അല്ലെ, തീരപ്രദേശത്തിനും മലനാടിനും ഇടയ്ക്കാണ് ഇടനാട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശമാണ് ഇടനാട്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശമാണ് ഇടനാട് എന്ന് പറയുന്നത്. ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന്റെ ഭാഗമാണ്. ഇനി ഇവിടെ നോക്കുക, ധാരാളമായി ലഭിക്കുന്ന മഴ ഈ മേഖലയിലെ ചെറുകുന്നിൻ പ്രദേശങ്ങളിലെ ലാറ്ററൈറ്റ് മണ്ണിൻ്റെയും നദീതടങ്ങളിലെ എക്കൽ മണ്ണിൻ്റെയും സാമാന്യം കനത്ത ആവരണം തുടങ്ങിയ അനുകൂല ഭൂമിശാസ്ത്രങ്ങളാണ് ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണം. അപ്പോൾ ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണമായിട്ടുള്ള ഭൂമിശാസ്ത്ര ഘടകങ്ങൾ എന്തൊക്കെയാണ്? ധാരാളമായി ലഭിക്കുന്ന മഴ, അതുപോലെ തന്നെ ലാറ്ററൈറ്റ് മണ്ണിൻ്റെയും നദീതടങ്ങളിലെ എക്കൽ മണ്ണിൻ്റെയും സാമാന്യം കനത്ത ആവരണം. ഓക്കെ, ചെറുകുന്നിൻ പ്രദേശങ്ങളിലെ ലാറ്ററൈറ്റ് മണ്ണ്, നദീതടങ്ങളിലെ എക്കൽ മണ്ണിൻ്റെയും ആവരണം, ധാരാളമായി ലഭിക്കുന്ന മഴ തുടങ്ങിയ ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ് ഇളനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണമെന്ന് പറയുന്നത്. കേരളത്തിലെ പ്രധാന വാണിജ്യ വിളയായ റബ്ബർ കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമാണിവ. അപ്പോൾ റബ്ബർ കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഭൂപ്രകൃതി വിഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഇടനാടാണ്. ഓക്കെ, റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രദേശമാണ് ഇടനാട്.
20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിലാണ് ഈ മേഖലയിൽ റബ്ബർ വ്യാപകമായി കൃഷി ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിലാണ് റബ്ബർ ഇവിടെ വ്യാപകമായി കൃഷി ചെയ്യാൻ തുടങ്ങിയത്. അതുവരെ എന്തായിരുന്നു? മരച്ചീനി, കാച്ചിൽ, ചേന തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങളും പച്ചക്കറികളും വ്യാപകമായി കൃഷി ചെയ്തിരുന്നു. ഏത്തവാഴ കൃഷിയും ഈ മേഖലയിൽ വ്യാപകമായിരുന്നു. ഇടനാടിൻ്റെ ഈ വിളവൈവിധ്യം അതിവേഗം റബ്ബറിന് വഴിമാറുകയാണ്. ചെറിയ കൃഷിയിടങ്ങൾ പോലും ഇന്ന് റബ്ബർ കൃഷിക്കായി ഉപയോഗിക്കുന്നു. ഒരിക്കൽ നട്ട വിളവെടുപ്പ് തുടങ്ങിയാൽ ഏറെക്കാലം വിളവ് ലഭിക്കുന്നത് റബ്ബറിൻ്റെ മേന്മയാണ്. അപ്പോൾ ഇടനാട്ടിൽ ഇപ്പോൾ കൂടുതലായിട്ടും കൃഷി ചെയ്യുന്ന എന്താണ്? റബ്ബറാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് തീരപ്രദേശത്തെക്കുറിച്ചാണ്. സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരമില്ലാത്ത പ്രദേശമാണിത് തീരപ്രദേശം എന്ന് പറയുന്നത്. താഴ്ന്ന ഇടങ്ങളിലെ എക്കൽ മണ്ണിൻ്റെ നിക്ഷേപം നെൽകൃഷിക്കും തീരപ്രദേശങ്ങളിലെ ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ് തെങ്ങ് കൃഷിക്കും ഏറെ അനുയോജ്യമാണ്. നമ്മൾ പറഞ്ഞു തീരപ്രദേശത്ത് കൃഷി ചെയ്യുന്നത് ഏതൊക്കെയാണ്? നെല്ലും തെങ്ങുമാണ് അല്ലേ? ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട കാർഷിക വിളകൾ എന്ന് പറയുന്നത് തീരപ്രദേശത്തുള്ളത്. അപ്പോൾ നെല്ലിന് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണ്? താഴ്ന്ന ഇടങ്ങളിലെ എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ഉപ്പ് രസമുള്ള എക്കൽ മണ്ണാണ് തെങ്ങ് കൃഷിക്ക് അനുയോജ്യം. ഓക്കെ, താഴ്ന്ന ഇടങ്ങളിലെ എക്കൽ മണ്ണ് നെൽകൃഷിക്കും ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ് തെങ്ങ് കൃഷിക്കും ഏറെ അനുയോജ്യമാണ്. ഈ വിളകൾ സമൃദ്ധമായി കൃഷി ചെയ്തിരുന്ന തീരപ്രദേശ മേഖലകൾ കാലക്രമേണ ജനവാസ കേന്ദ്രങ്ങളായി മാറാൻ തുടങ്ങി. ഇത് കൃഷിഭൂമിയുടെ അളവിൽ കാര്യമായ കുറവുണ്ടാക്കി. വിത്ത്, വളം തുടങ്ങിയവയിലെ വില വർധനവ് കൃഷി ആദായകരമല്ലാതാക്കി. ഇതുമൂലം കർഷകർ മറ്റു തൊഴിലുകളിലേക്ക് മാറാൻ നിർബന്ധിതരായി. ഇനി അടുത്തത് കൃഷിയെ നെഞ്ചേറ്റിയ നാട്. കൃഷിയെക്കുറിച്ചാണ്. കേരളം ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ കേന്ദ്രമായിരുന്നു. ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലേ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. എന്നതിന് തെളിവായി അനേകം ആഘോഷങ്ങളും ആചാരങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിലെ ചില പഴഞ്ചൊല്ലുകൾ ശ്രദ്ധിക്കൂ. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം, കുംഭത്തിൽ നട്ടാൽ കുടത്തോളം ചേന, മീനത്തിൽ നട്ടാലോ മീൻ കണ്ണിനോളം, തിരിമുറിയാതെ തിരുവാതിര ഞാറ്റുവേല. ഇതെല്ലാം എന്താണ്? കൃഷിയും കാലാവസ്ഥയും നമ്മുടെ സംസ്കാരത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്നതിനുള്ള തെളിവാണ്. എല്ലാം കൃഷിയും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള പഴഞ്ചൊല്ലുകളാണ് അല്ലേ? അപ്പോൾ കൃഷി എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ചില പ്രധാന വിളകളുടെ ഭൂവിസ്തൃതിയിൽ കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടെ ഉണ്ടായിട്ടുള്ള വ്യത്യാസമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നോക്കുക, നെല്ല് 1961 എത്രയാണ് ഭൂവിസ്തൃതി? ഇവിടെ ലക്ഷം ഹെക്ടറിലാണ് കൊടുത്തിട്ടുള്ളത്. 7.5 ലക്ഷം ഹെക്ടറാണ് നെല്ലിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത്. 1987 ആകുമ്പോഴേക്കും 6 പോയിൻ്റ് ആയി. 2011 ആകുമ്പോഴേക്കും 2.08 അപ്പോൾ കുറഞ്ഞാണ് വരുന്നത് അല്ലേ? മരച്ചീനി നോക്കുക, 1961 2.37 ആയിരുന്നു. 1987 ആകുമ്പോഴേക്കും 1.72 ആയി. 2011 ആകുമ്പോഴേക്കും 0.75 ആയി. ദെൻ തെങ്ങ് നോക്കുക, 1961 5.5 ആണ്. 1987 7.75, കുറച്ച് കൂടി. ദെൻ 2011 8.21. അപ്പോൾ തെങ്ങിൻ്റെ അളവ് കൂടി വന്നിട്ടുണ്ട്. റബ്ബർ നോക്കുക, 1.33 ആയിരുന്നത് ദെൻ 3.59 ആയി, 5.40 ആയി. അപ്പോൾ തെങ്ങും റബ്ബറിൻ്റെയും അളവ് കൂടി വരുന്നുണ്ട്, ഭൂവിസ്തൃതി കൂടി വരുന്നുണ്ട്. നെല്ല്, മരച്ചീനി എല്ലാം എന്താണ്? കുറഞ്ഞാണ് വരുന്നത് അല്ലേ? അപ്പോൾ നെല്ല്, മരച്ചീനി എന്നിവയുടേതാണ് കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏതാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്? നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നോക്കുക, തെങ്ങും റബ്ബറുമാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. ഇനി നോക്കുക, സംസ്ഥാനത്തിൻ്റെ പൊതു ഭൂവിനിയോഗത്തിലും ഇക്കാലയളവിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കുളങ്ങളും വയലുകളും മണ്ണിട്ട് നികത്തി മറ്റാവശ്യങ്ങൾക്കായി വിനിയോഗിക്കുന്നതും കുന്നിടിക്കുന്നതും കുന്നിൻ ചെരുവുകളിൽ അശാസ്ത്രീയമായി കൃഷി ചെയ്യുന്നതുമൊക്കെ ഇന്ന് കേരളത്തിൽ വ്യാപകമായിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി മാറുന്ന ജീവിതചക്രം നോക്കുക. പാടത്തും പറമ്പിലുമൊക്കെ അധ്വാനിച്ചവരായിരുന്നു നമ്മുടെ പഴയ തലമുറ. നൂതന തൊഴിൽ മേഖലകൾ വന്നതോടുകൂടി പുതിയ തലമുറയ്ക്ക് കൃഷിയോടുള്ള താല്പര്യം കുറഞ്ഞു. കൃഷിയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ വരുമാനം മറ്റു മേഖലകളിൽ നിന്ന് ലഭിക്കുമെന്നതിനാൽ കൃഷി മെല്ലെ ഉപേക്ഷിക്കപ്പെട്ടു. പൊതുവെ കായികാധ്വാനം കൂടുതൽ വേണ്ട കാർഷിക പ്രവർത്തനങ്ങളിൽ നിന്ന് മലയാളി പതുക്കെ പിന്മാറാൻ തുടങ്ങി. ഇത് ജീവിത രീതിയിലും ആരോഗ്യ സുരക്ഷയിലും അനവധി മാറ്റങ്ങൾക്കിടയാക്കി. ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങളാണ് പുതുതലമുറ രോഗങ്ങളായിട്ടുള്ള രക്തസമ്മർദ്ദം, ഹൃദ്രോഗം,
പ്രമേഹം എന്നിവയ്ക്ക് മുഖ്യ കാരണമത്രേ. ജീവിതശൈലി രോഗങ്ങൾ എന്നാണ് ഇവയ്ക്ക് പൊതുവായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ കാരണം ഉണ്ടാവുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. അതിന് എക്സാമ്പിളാണ് രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, പ്രമേഹം എന്നിവ. ഓക്കെ, ഗ്രാമീണ ജീവിതത്തിൽ നിന്ന് നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ജീവിത രീതിയിലേക്ക് മാറിയ മലയാളി ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മാലിന്യ സംസ്കരണം. ഗ്രാമങ്ങളിൽ നിന്ന് പോലും മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ അപര്യാപ്തമാണ്. വീട്ടിലെ മാലിന്യങ്ങൾ അവിടെ തന്നെ സംസ്കരിച്ച് ജൈവവളം എടുക്കാനും പച്ചക്കറിത്തോട്ടങ്ങളിലും കൃഷിയിടങ്ങളിലും ഉപയോഗിക്കാനുമുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാതെ ഇനി നമുക്ക് മുന്നോട്ട് പോവാനാവില്ല. മാലിന്യം ദുർഗന്ധം വമിക്കാതെ സംസ്കരിക്കാൻ ഇന്ന് നിരവധി മാർഗങ്ങൾ പ്രചാരത്തിലുണ്ട്. വീട്ടിലെ മാലിന്യങ്ങളിൽ അഴുകിപ്പോകുന്നയിടത്ത് ഉപയോഗിച്ച് മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കാം. ഈ വിദ്യ അടുത്തുള്ള കൃഷിഭവനിൽ അന്വേഷിച്ചറിയാം. അപ്പോൾ ജസ്റ്റ് എങ്ങനെയാണ് മാലിന്യ സംസ്കരണം എന്നുള്ളതാണ് പറയുന്നത്. ജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ച് ബയോഗ്യാസ് നിർമ്മിക്കുകയാണ് മറ്റൊന്ന്. അപ്പോൾ മാലിന്യ സംസ്കരണത്തിനുള്ള 2 വഴികളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് മണ്ണിര കമ്പോസ്റ്റും, 2 ബയോഗ്യാസ് നിർമ്മിക്കുക എന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് തേടാൻ ബദലുകൾ നോക്കുക. കേരളം ഇന്ന് ഭൂമിശാസ്ത്ര സവിശേഷതകളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന് പകരം കാർഷിക സംസ്കാരത്തെ വിട്ടകന്നതായി കണ്ടു അല്ലേ? പൂർണ്ണമായും ഒരു തിരിച്ചുപോക്ക് ഇതിന് സാധ്യമാണോ? അപ്പോൾ അതിനുള്ള ബദലുകൾ എന്തൊക്കെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ്. ഇവിടെ കുറച്ച് പേപ്പർ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. പെയിന്റ് ടിന്നിൽ ബാലുവിൻ്റെ കുട്ടിക്കൃഷി, കൊച്ചു സിയയ്ക്ക് മാതൃക അമ്മ. ഓക്കെ, അങ്ങനെ അടുക്കളത്തോട്ടത്തിനെ കുറിച്ചിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബദലുകൾ, സാധ്യതകൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നോക്കുക, കൃഷി ചെയ്യാൻ എന്തിനാണ് മണ്ണ്? അപ്പോൾ കൃഷി ചെയ്യണമെന്നുണ്ട്, പക്ഷെ മണ്ണില്ല. നഗരവാസികളുടെ സ്ഥിരം പരാതികളിൽ ഒന്നാണ്. ഹൈഡ്രോപോണിക്സ് അതിനൊരു പരിഹാരമാണ്. ഓക്കെ, ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത് കൃഷി ചെയ്യാൻ മണ്ണില്ല എന്ന് പറയുന്നവർക്കുള്ള ഒരു പരിഹാരമാണിത്, ഹൈഡ്രോപോണിക്സ്. അപ്പോൾ എന്താണ് ഹൈഡ്രോപോണിക്സ് എന്ന് നോക്കാം. സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ധാതു ലവണങ്ങൾ വെള്ളത്തിൽ അലിയിച്ച് നൽകുകയാണിവിടെ. ഓക്കെ, സസ്യവളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ധാതു ലവണങ്ങൾ വെള്ളത്തിൽ അലിയിച്ച് നൽകുകയാണിവിടെ. വേരുകൾക്ക് പടരാൻ തൊണ്ട്, ചരൽ തുടങ്ങിയ വസ്തുക്കൾ നൽകാവുന്നതാണ്. വളരെ കുറച്ച് സ്ഥലമുള്ളവർക്ക് പോലും വീട്ടിൽ പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാൻ സഹായകമാണ് വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ്. ഓക്കെ, വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ് അതെന്താണ്? മുളയിലോ കമ്പുകളിലോ വില കുറഞ്ഞ വല കുത്തനെ വലിച്ചു കെട്ടിയാണ് ഈ കൃഷി നടപ്പാക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പയറും പാവലവും ഒക്കെ മുകളിലേക്ക് പടരുന്നതുകൊണ്ട് സ്ഥലക്കുറവ് പ്രശ്നമാകുന്നില്ല. അപ്പോൾ ഈ മണ്ണില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള 2 ടെക്നിക്കാണ്. ഒന്ന് ഹൈഡ്രോപോണിക്സും, 2 വെർട്ടിക്കൽ നെറ്റ് ഫാമിങ്ങും. അതെന്താണെന്നുള്ളത് വായിച്ച് മനസ്സിലാക്കിയല്ലോ. ഓക്കെ, ഇനി ഫയലിൽ നിന്ന് വയലിലേക്ക് നോക്കുക. പരിസ്ഥിതി സൗഹൃദ കൃഷിക്ക് 100 മേനി വിളവ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കുട്ടനാട്ടിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ കർഷകരിൽ ഒരാളാണ് PJ തോമസ്. കുട്ടനാടിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ കർഷകരിൽ ഒരാളാണ് PJ തോമസ്. നെൽകൃഷിയിലാണ് അദ്ദേഹം തൻ്റെ കാർഷിക പരീക്ഷണം നടത്തിയത്. അതെങ്ങനെയാണ് എന്നാണ് പറയുന്നത്. നോക്കുക, ചാണകം, ഗോമൂത്രം, പാടത്തെ മണ്ണ് തുടങ്ങിയവ പ്രത്യേക അനുപാതത്തിൽ കൂട്ടിക്കലർത്തി ഏതാനും ദിവസം അടച്ചു മൂടി വെച്ചു. ഈ മിശ്രിതം നെൽച്ചെടികൾക്കു മീതെ വീശിയൊഴിച്ചു. ജൈവ മിശ്രിതമായതുകൊണ്ട് ചെടിയിൽ വീണാലും കുഴപ്പമില്ല. 15 ദിവസം വീതം ഇടവിട്ട് ഇത് 3 തവണ ആവർത്തിച്ചു. ആരോഗ്യത്തോടെ വളർന്ന നെൽച്ചെടികളിൽ നിറയെ കതിര്. രാസകൃഷി ചെയ്തു മറ്റു പാടങ്ങളിലൊക്കെ ഏക്കറിന് 2.5 ടൺ നെല്ല് കിട്ടിയപ്പോൾ തോമസ് ചേട്ടന് കിട്ടിയത് 3 ടൺ നെല്ല് എന്നാണ് പറയുന്നത്. അപ്പോൾ പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടുള്ള ജൈവ കൃഷിയെക്കുറിച്ചാണ് പറയുന്നത്. ചാണകം, ഗോമൂത്രം, പാടത്തെ മണ്ണ് ഇതൊക്കെ ഉപയോഗിച്ച് നെൽകൃഷി മെച്ചപ്പെടുത്തിയ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മാതൃകകളിൽ ചിലതെല്ലാം അനുകരണീയമാണ് അല്ലേ, നമുക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിലൂടെ നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ട കൃഷിയെ പൂർണ്ണമായി തിരിച്ചുപിടിക്കാൻ ആവില്ലെങ്കിലും മണ്ണിനെ നിലനിർത്താനായിട്ടാവും. മണ്ണിൻ്റെ നീർവാർച്ചയും പ്രകൃതിയുടെ കുളിർമയും തിരിച്ചുപിടിക്കാൻ ആയാൽ തന്നെ അത് വലിയൊരു നേട്ടമാണ് അല്ലേ. നമ്മൾ ജൈവ കൃഷിയാവുമ്പോൾ മണ്ണിന് വലിയ പ്രശ്നമൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ നീർവാർച്ചയും പ്രകൃതിയുടെ കുളിർമയും എല്ലാം നമുക്ക് തിരിച്ചുപിടിക്കാനായിട്ട് പറ്റും. ഇനി സർക്കാരിൻ്റെ പ്രോത്സാഹനം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കുക,
കേരളത്തിന്റെ കാർഷിക പാരമ്പര്യം തിരിച്ചുപിടിക്കാൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി സ്കീമുകളും സർക്കാർ തലത്തിലുണ്ട്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ VFPCK എന്ന് നമുക്ക് കേട്ടിട്ടുണ്ട് അല്ലെ. വിത്ത് നമുക്ക് ചെടികളൊക്കെ വേണമെങ്കിൽ അവിടെ പോയിട്ട് വാങ്ങിക്കാം. അപ്പോൾ VFPCK എന്ന് പറയുന്നത് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. പഴങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധവിളകൾ, കൂണിനങ്ങൾ, ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ലക്ഷ്യം എന്താണ്? പഴങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധവിളകൾ, കൂണിനങ്ങൾ, ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുക എന്നത് ഈ മിഷന്റെ ലക്ഷ്യമാണ്. അപ്പോൾ ഹോർട്ടിക്കൾച്ചറിന്റെ അടുത്തൊരു ലക്ഷ്യമാണ് തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുക. കൃഷി വകുപ്പും കുടുംബശ്രീ മിഷനും മറ്റു നിരവധി ഏജൻസികളും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൽ സർക്കാരിനെ സഹായിക്കുന്നുണ്ട്. ഇനി ഇവിടെ കുറച്ച് ചില നൂതന കൃഷി രീതികൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഹരിതഗൃഹ കൃഷി, ഗ്രീൻ ഹൗസ് ഫാമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൃഷിരീതിയാണ്. ഓക്കെ, ചില നൂതന കൃഷിരീതികളാണ്. അപ്പോൾ ഓരോന്നും എന്താണെന്നുള്ളത് നോക്കി വയ്ക്കുക. ഹരിതഗൃഹ കൃഷി എന്താണ്? കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായി സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ അവയെ വളർത്തുന്ന രീതിയാണ്. ഓക്കെ, കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാൻ എന്ത് ചെയ്യുന്നു? സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ അവയെ വളർത്തുന്ന രീതിയാണ് ഹരിതഗൃഹ കൃഷി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തത് കൃത്യതാ കൃഷി. ഓക്കെ, കൃത്യതാ കൃഷി. അപ്പോൾ നോക്കുക, ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം കൃത്യമായ അളവിൽ നൽകുന്ന കൃഷിരീതിയാണിത്. ഓക്കെ, അപ്പോൾ കൃത്യത എന്നല്ലേ പറയുന്നത്? അതുപോലെ തന്നെ ആ വാക്കുപോലെ തന്നെയാണ് ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്ത് എന്ത് ചെയ്യുക? കൃത്യമായിട്ടുള്ള പരിചരണം നടത്തുക. ഓക്കെ, വെള്ളം, വളം എന്നിവയെല്ലാം കൃത്യമായ അളവിൽ നൽകുന്ന കൃഷിരീതിയാണ് കൃത്യതാ കൃഷി എന്ന് പറയുന്നത്. പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമായ നീർവാർച്ചയും സൂര്യപ്രകാശവും ലഭിക്കുന്ന ഏത് സ്ഥലവും കൃത്യതാ കൃഷിക്ക് പ്രയോജനപ്പെടുത്താമെന്ന് പറയുന്നു. ഓക്കെ, പച്ചക്കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള നീർവാർച്ചയും സൂര്യപ്രകാശവും ലഭിക്കുന്ന സ്ഥലത്ത് ഇത് നമുക്ക് പ്രയോജനപ്പെടുത്താം. ഓക്കെ, അടുത്തത് ഫെർട്ടിഗേഷൻ എന്ന് പറയുന്ന മെത്തേഡ് എന്താണ്? വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ. ഓക്കെ, വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയാണ് എന്ത്? ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. പൂർണ്ണമായും വെള്ളത്തിൽ ലയിക്കുന്ന രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ചെടികൾക്ക് അവ വേഗത്തിൽ വലിച്ചെടുക്കുവാൻ കഴിയുന്നു. അപ്പോൾ എന്താണ് ഫെർട്ടിഗേഷൻ, എന്താണ് കൃത്യതാ കൃഷി, എന്താണ് ഹരിതഗൃഹ കൃഷി എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നോക്കുക, കർഷക ദിനം. ചിങ്ങം 1 കർഷക ദിനമാണ്. അപ്പോൾ കർഷക ദിനം എന്നാണ്? ചിങ്ങം 1-നാണ്. ഈ വർഷത്തെ കർഷക ദിനം നിങ്ങളുടെ സ്കൂളിൽ എങ്ങനെയാണ് ആചരിക്കുന്നത് അതൊന്നും നമുക്ക് ആവശ്യമില്ല. ചിങ്ങം 1 കർഷക ദിനമാണ് എന്നുള്ളത് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അടുത്തത് ഹരിത കേരളം. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയും മണ്ണും കാലാവസ്ഥയുമെല്ലാം കൃഷിക്ക് ഏറ്റവും അനുകൂലമാണ്. ഇതിനെ ഉപയോഗപ്പെടുത്തുന്ന ജീവിതശൈലിയിലേക്ക് കേരളീയർ മാറേണ്ടതുണ്ട്. ഓരോ കുടുംബവും അവർക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ വീട്ടുപറമ്പിൽ കൃഷി ചെയ്യുന്നു. സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടിക്ക് ആവശ്യമായ പച്ചക്കറികൾ സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്നു. നാട്ടിലെങ്ങും വിഷമില്ലാത്ത പച്ചക്കറികളും ഭക്ഷ്യധാന്യങ്ങളും വിളയുന്നു. പാടത്തും പറമ്പിലും അധ്വാനിക്കുന്നത് കൊണ്ട് ജീവിതശൈലി രോഗങ്ങളുമില്ല. ഇങ്ങനെയൊരു നാളെയാണ് നമുക്ക് വേണ്ടത് എന്നാണ് പറയുന്നത്. നാം എല്ലാവരും ഒരുപോലെ ഉത്സാഹിച്ചാൽ ഇതൊക്കെ നിഷ്പ്രയാസം സാധിക്കുന്നതേയുള്ളൂ. ഭൂപ്രകൃതി, മണ്ണ്, കാലാവസ്ഥ, മഴ, നദികൾ ഇവയൊക്കെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ നമ്മുടെ നാടിൻ്റെ കാർഷിക സംസ്കാരം വീണ്ടെടുക്കാൻ നമുക്ക് കൈകോർക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 6ാം ക്ലാസ്സിലെ 3rd ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ.